ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനസ് ടോക്സ്. ഇന്ന് ഒരു റിയാക്ഷൻ പ്ലസ് റോസ്റ്റിംഗ് വീഡിയോ ആണ്. ഇതിന്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ റിയാക്ഷൻ റോസ്റ്റിംഗ് ആ ഒരു ടൈപ്പ് കണ്ടന്റ് വരുന്ന വീഡിയോസ് ആണ്. സ്വാഭാവികമായിട്ട് അതിന് വലിയ റീച്ചും കാര്യങ്ങളും വ്യൂസ് ഒന്നും കിട്ടാറില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ. ആദ്യം തന്നെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ സംസാരിച്ചൊന്ന് തുടങ്ങാം. വീടിനകത്ത് ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തിനിടെ ഒരു ആളിനെ രണ്ടുപേര് ചേർന്ന് ചവിട്ടിക്കൊന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് ചവിട്ടിക്കൊന്നു. എന്തുവാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്ന ഇപ്പൊ ഒരു പിടുത്തമില്ല. ചവിട്ടിക്കൊല്ലുന്നു, തലയൊട്ടി അടിച്ച് പൊട്ടിക്കുന്നു, ഉത്സവത്തിന്റെ ഇടയിൽ തല്ല്, എപ്പോഴും തല്ല്. ഇപ്പൊ ഈ ഒരു കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടില് 90% അടിയും ഇടിയും ബഹളങ്ങളും എല്ലാം മദ്യലഹരിയിൽ അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ സാധനം നമ്മുടെ ഗവൺമെന്റ് നിർത്തലാക്കിയ ഒരു 90% കൊലപാതകവും അടിപിടി പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അത് ചെയ്യത്തില്ല. കാര്യം എന്താണ്? ഈ സാധനത്തിൽ നിന്നൊക്കെ വരുന്ന ടാക്സ് പിടുങ്ങുന്നത് ചില്ലറ പൈസയല്ല. അത് അടയ്ക്കുന്നത് ആരാണ്? ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇത് ഉണ്ടാക്കുന്ന കമ്പനിയോ ആരുമല്ല. ഇത് വാങ്ങിച്ച് അണ്ണാക്കിലോട്ട് ഒഴിക്കുന്നവന്മാരാണ്. ടാക്സ് ഒരുപാടുള്ളതുകൊണ്ട് എന്തായാലും മദ്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ നിരോധിക്കില്ല, അല്ലെങ്കിൽ ബാക്കി ലഹരി പദാർത്ഥങ്ങളൊന്നും നിരോധിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ സാധനം ഉപയോഗിച്ചിട്ട് വെളിയിൽ ഇറങ്ങുന്നതിനും ബാക്കിയുള്ളവരുമായിട്ട് പെരുമാറുന്നതിനും ഒക്കെ കർശനമായിട്ടുള്ള എന്തെങ്കിലും ഒരു റൂൾസ് കൊണ്ടുവരണം. അത് കൊണ്ടുവരാത്ത കാലത്തോളം ഇതേപോലുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബിവറേജ് മതി, ബാറ് വേണ്ടാന്ന് വെക്കണം, ബാറുകളെല്ലാം കൂട്ടിക്കണം. ബിവറേജ് പോലെ വാങ്ങിച്ചോണ്ട് അവനവന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇരുന്നിട്ട് അടിക്കാനുള്ള പെർമിഷൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചിട്ട് വീട്ടിൽ ഇരുന്നോളും. അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് നിലമ്പ് കാണിച്ചോളും. റോഡിൽ ഇറങ്ങി നാട്ടുകാരെ മണ്ടയിലും ബാക്കിയുള്ള ആൾക്കാരെ തലയിലും കയറാനായിട്ട് പോകത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ ഇതേപോലുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോ എന്തായാലും നിരോധിക്കാൻ പോകുന്നില്ല. അപ്പോ എന്തെങ്കിലും കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആൾക്കാരെ തോളിൽ കയറുന്നതിലും കൊലപാതകത്തിനും വെട്ടിനും കുത്തിനും ഒക്കെ ഇറങ്ങുമെന്നുള്ള കാര്യങ്ങൾ ഇപ്പം ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കർശനമായിട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ റൂൾസ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. രണ്ടാമത്തെ കേസ് നമ്മുടെ നാട്ടിലെ നിയമം, മൈര് നിയമമാണ്. പേടിയില്ലായിരിക്കും. ഒരു തന്നെ തല്ലിക്കൊന്നു എന്നാലും 15 വർഷം കൊണ്ടുപോയി ഉണ്ടാതിരിക്കുന്നു പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ബെറോട്ടയും ചപ്പാത്തിയും മുട്ടക്കറിയും എല്ലാം ഉണ്ടല്ലോ. പോരാത്തതിന് ശമ്പളം കൂട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ. അപ്പം പേടിയില്ല. പോയി 15 വർഷം സുഖമായിട്ട് അവിടെ ജോലി ചെയ്ത് ശമ്പളത്തോടെ 15 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോവാം. നല്ലപോലെ തിന്ന് കൊഴുത്ത് പന്നിമാടാണ് കാര്യം ചെയ്യാം. അതുകൊണ്ട് നിയമത്തിന്റെ കേസിൽ ഇപ്പോൾ ഒരുതരം പേടിയില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടുറോട്ടിൽ വരെ നടക്കുന്നത്. പോകെ UP, മഹാരാഷ്ട്ര ഇതേപോലത്തെയൊക്കെ സംസ്ഥാനമായിട്ട് മാറാം. അപ്പൊ എല്ലാവർക്കും സമാധാനമാവും. അപ്പൊ ഈ ഒരു വീഡിയോയുടെ വേറൊരു റീല് ഞാൻ കണ്ടായിരുന്നു. ആ റീലിൽ വന്നൊരു കമന്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങളെ തിരുവനന്തപുരത്ത് മാത്രം നടക്കുള്ളൂ, നമ്മളെ മലബാറിലായിരുന്നെങ്കിൽ അവനും അവന്റെ അച്ഛനും കൂടെ എന്തിനാണ് മൂഞ്ചി ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു ജില്ലയിൽ നടക്കുന്ന സമയത്ത് ആ ജില്ലയെ പറഞ്ഞ് ഉണ്ടാക്കല്, അല്ലെങ്കിൽ ആ ജില്ലയിലുള്ളവന്മാർ മൊത്തം അങ്ങനെയാണ്, മൊത്തം ഇങ്ങനെയാണ്, നമ്മുടെ കാലിന്റെ ഇടയിലാണെങ്കിൽ ഇങ്ങനെ നടക്കൂല, അങ്ങനത്തെ സംസാരം ആദ്യം നീക്കി നിർത്തണം. കൊല്ലത്ത് കുറെ എണ്ണം ഉണ്ട്. പക്ഷെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് കൊല്ലത്ത്. അവരാരും ഈ അനാവശ്യമായിട്ട് അടിയുണ്ടാക്കാനോ വെള്ളം ഉണ്ടാക്കാനോ പിടിക്കാനോ പോകുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ ആരും വിടൂല. അതിപ്പോ കൊല്ലമായാലും തിരുവനന്തപുരം, പത്തനംതിട്ടയായാലും ഏത് ജില്ലയായാലും വെറുതെ നിൽക്കണന്റെ തോളിൽ ആരെങ്കിലും വന്ന് വള്ളി എടുക്കാനായിട്ട് നിന്ന് തന്നെ ആരും വിടത്തില്ല. അതേപോലെ തന്നെയാണ് എല്ലാ ജില്ലയും. പക്ഷെ ചില സ്ഥലത്ത്, എല്ലാ സ്ഥലത്തും ഉണ്ട്, ചില എണ്ണം കാണും അങ്ങോട്ട് പോയി ഇതേപോലെ ഇപ്പൊ തിരുവനന്തപുരത്ത് വീടിനകത്ത് നടന്ന സംഭവം കണക്ക് ചുമ്മാ വള്ളി എടുത്ത് പ്രശ്നം ഉണ്ടാക്കി വലിയ എന്തോ മയിലാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറച്ച് ടീംസുകൾ എല്ലാ സ്ഥലത്തും കാണും. എന്നും പറഞ്ഞ ആ ജില്ലയെ വന്നു ഉണ്ടാക്കുന്ന ഈ പരിപാടികൾ റീൽസിലായാലും റിയാക്ഷനിലായാലും ഒക്കെ നിർത്തിക്കോ. നല്ല പരിപാടിയല്ല. മലബാറാണെങ്കിൽ ഇതര തൊലിച്ചാണെന്ന് നീ ഇങ്ങനെ വന്ന് തിരുവനന്തപുരത്തുകാരെ പറയുമ്പോൾ തിരുവനന്തപുരത്തുകാരെ വന്ന് നിന്റെ മലബാറിനെ പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോപ്പ് പറയും. അപ്പോ അങ്ങനത്തെ പരിപാടികൾ ഒന്ന് ഒഴിവാക്കുക. വലിയ മാസം മൈരുമൊന്നുമല്ല, വെറും ഒരു വിവരമില്ലായ്മയായിട്ട് കണക്ക് കൂട്ടാനേ പറ്റത്തുള്ളൂ. ഒരു ജില്ലയിലുള്ള എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞാൽ ഒരു ജില്ലക്കാരെ മൊത്തം അല്ലെങ്കിൽ ഒരു ജില്ലയെ മൊത്തം പഴിക്കുന്നത് ശരിയല്ല. രാജ്യസ്നേഹം പോലെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിനോടുള്ള നമ്മളെ സ്നേഹവും. ഇപ്പൊ നീ ഇത് വന്ന് തിരുവനന്തപുരത്ത് വന്നെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ സാധനം എന്റെ ചെവിക്കലിനടി വീഴും. അപ്പൊ മറ്റു ജില്ലക്കാരെയൊക്കെ എന്തിനാണ് വെറുതെ അവരെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ
സംഭവങ്ങൾ എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. എന്തിനാണ് ജില്ലക്കാരൊക്കെ വെറുതെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? നിനക്ക് നിന്റെ ആന്റിയും ചോദിനോണ്ട് വെറുതെ ഇരുന്നാ പോരെ ചോക്ക, അല്ലെങ്കിൽ മാമ, ചേട്ടാ, എന്തിനാണ്? ഇനി രണ്ടാമത്തെ സംഭവം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലിൻ ജോസ് പെരേരനെ ഒരു സ്റ്റേജ് പരിപാടിയുടെ ഇടയിൽ നിന്ന്, ഷാഫി കൊല്ലത്തിന്റെ ഒരു സ്റ്റേജ് പരിപാടിയുടെ പ്രോഗ്രാമിന്റെ ഇടയിൽ നിന്ന് പുള്ളിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി മാറ്റി എന്ന് പറയുന്നു. പുള്ളി അവിടെ നിന്ന് അപമാനിച്ചിറക്കി വിട്ടെന്ന് പറയുന്നു. പുള്ളിയെ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് പുള്ളിയും പറയുന്നു. പുള്ളിയുടെ കൂടെ വയ്ക്കുന്ന മറ്റേ ഗണ്ടാടായ ദജ്ജാലിനെ കണക്കിരിക്കുന്ന ഒരുത്തനും പറയുന്നുണ്ട്. കേട്ടിട്ട് വാ. ഇന്നലെ എന്താ സംഭവിച്ചേ? ഇന്നലെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം നടന്നു. അവിടെ ഷാഫി കൊല്ലത്തിന്റെ ഒരു പരിപാടിക്ക് പോയിട്ട് പുള്ളിനെ വിളിച്ചു വരുത്തിച്ചതാണ്. ഇപ്പൊ ഷാഫി കൊല്ലത്തിന്റെ പരിപാടിക്ക് വിളിച്ചു വരുത്തിച്ചതാണ്. എന്നിട്ട് സ്റ്റേജിൽ കയറ്റിയിട്ട് പുള്ളിനെ ഇറക്കി വിട്ട്. അതിനെ കുറിച്ച് ഒന്ന് 2 വാക്ക് പറഞ്ഞു. അത് എന്നെ വിളിച്ചത് മാന്യമായിട്ടുള്ള വിളിയാണ്, തിരിച്ചാക്കിയതും മാന്യമായിട്ട്. ആരാ വിളിച്ചത്? പരിപാടിക്ക് വിളിച്ചാരാ? പരിപാടിക്ക് വിളിച്ചത് പരീക്കുട്ടി ചേട്ടനാണ്. പരീക്കുട്ടി ബിഗ് ബോസിലുണ്ടായിരുന്നു. സ്റ്റേജ് പരിപാടിയിൽ അവർ വിളിച്ചോ വിളിക്കാതിരിക്കുകയോ ഇറക്കി വിടുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അവർ മര്യാദയ്ക്ക് വന്ന് ഇറക്കി വിടുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു മാറ്റുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോ അതിന്റെ ഭാരവാഹികൾക്കോ ആർക്കോ പുള്ളി കാണിച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ആ ഡാൻസ് ഒന്നും വേണ്ട എന്ന് തോന്നിക്കാണും. അതൊക്കെ അവരുടെ കാര്യം. പക്ഷെ പുള്ളിയെ പൈസ കൊടുത്ത് കല്യാണത്തിനും അതിനും പ്രോഗ്രാംസിനും ഒക്കെ വിളിച്ചോണ്ട് പോയിട്ട് ഒരുമാതിരി തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നു. അതായത് അവിടെ വെച്ച് നാണം കെടുത്തുന്ന, ഷർട്ടൊക്കെ വലിച്ചു ചെയ്യുന്ന കണക്കത്തൊക്കെ ഒരു പ്രവണത ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോ നിങ്ങൾ പൈസ കൊടുത്ത് വിളിച്ചുകൊണ്ട് വരുന്ന ആളാണ്. പുള്ളിയുടെ ഒരു ജീവിതമാർഗം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. 5000 10,000 കൊടുത്ത് നിങ്ങളൊരു ഗസ്റ്റിനെ കണക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് അറിയാം. കളിയാക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു കോമാളിയായിട്ടാണ് വേഷം കിട്ടി അവിടെ വരുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയാം. പുള്ളിക്ക് അറിയാതിരിക്കാം. പുള്ളി മണ്ടനോ ബുദ്ധി ഉള്ള ആളൊന്നുമല്ല. പുള്ളിയുടെ ജീവിതമാർഗം, അല്ലെങ്കിൽ പുള്ളിക്ക് റീച്ച് ഉണ്ടാവാൻ വേണ്ടി, പുള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ ഫെയിം ഉണ്ടാവാൻ വേണ്ടി പുള്ളി ചെയ്യുന്നതാണ് അത്. ഞാനും കളിയാക്കാറുണ്ട്. പുള്ളിയുടെ ചില വീഡിയോ കാണുമ്പോൾ ഞാനും എടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്യാറുണ്ട്, ഞാനും എടുത്ത് വെച്ച് കളിയാക്കാറുണ്ട്. എല്ലാം ശരിയാണ്, ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ഇമാതിരി കോപ്രായം കാണിക്കുന്നത് ഈ ഫോണും കൊണ്ട് ഇപ്പൊ ഈ കാണിച്ച പരിപാടി ഉണ്ടല്ലോ, അത് മാസല്ല, തന്തയില്ലാമ തരുമോ? നീയൊക്കെ വിളിച്ചു വരുത്തിയ അങ്ങേരെ നാണം കെടുത്തേണ്ട ആവശ്യമുണ്ടോ? ആ ഫോണ് വെച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന മൈത്താണ്ടികളുടെ അടുത്തായിട്ടാണ് അവരൊക്കെ മൈത്താണ്ടികളെ പറ്റിയാണ് പറയുന്നത്. എന്ത് കിട്ടുന്നതാണ് നിനക്കൊക്കെ ഇതിന്? നിങ്ങളൊരു സന്തോഷത്തിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്, ഓക്കെ ശരി. പക്ഷെ അതൊരിക്കലും മറ്റൊരു തന്നെ നാണം കെടുത്തിക്കൊണ്ടാവരുത്. അതിന്റെ ആവശ്യമില്ല. വിളിച്ചു വരുത്തി നാണം കെടുത്തുന്നത് എന്തോ വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെറും തന്തയില്ലാമ തരുന്നത്. എന്തിനു ചുമ്മാ 10,000-10,000 കൊടുത്ത് അങ്ങനെ വിളിച്ചുകൊണ്ട് വിടണം? നിന്റെ തന്തേനൊക്കെ ഇതേപോലെ കോട്ടി നിർത്തിയിട്ട് എന്നിട്ട് ചുറ്റിനും ഇങ്ങനെ നടന്ന് ഒപ്പന കളിച്ച് കൈയും കൊട്ടി ഒപ്പന കളിച്ച് വീഡിയോ എടുത്താൽ പോലെ ഇടണം. എന്തിനാ അവനെ പൈസ കൊടുത്തൊന്ന് ചുമ്മാ നാണം കിടത്തണം? നിന്റെയൊക്കെ തന്തേനൊക്കെ കൊണ്ടുവന്ന് നിർത്തിയാൽ പോലെ ഇടണം. അപ്പോ എന്തോ പുള്ളി കോപ്പായം കാണിക്കുന്നു, പുള്ളിയ രീതിയിൽ കോമാളത്തിലൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ കാണിക്കുന്നത് ശരിയായിട്ട് തോന്നില്ല. അറ്റ്ലീസ്റ്റ് ഈസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കുക. വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് പ്ലീസ് ഒഴിവാക്കുക. അങ്ങനെ രീതിയിൽ എന്തോന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. പക്ഷെ നിങ്ങളായിട്ട് കൊണ്ടുപോവുകയോ വിളിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒരു റെസ്പെക്ട് കൊടുക്കുക. എന്നും പറഞ്ഞ അലിൻ ജോസ് വരെ റിയാക്ട് ചെയ്യൂല എന്നൊന്നുമല്ല. ഞാൻ റിയാക്ട് ചെയ്യൂല, റിയാക്ഷൻ ചെയ്യൂല, കളിയാക്കൂല എന്നൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പം ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് മാറ്റം, ഒന്ന് അവിടെ പോയി കണ്ടിട്ട് വാ, എങ്ങനെയാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം നിങ്ങളൊന്ന് എവിടെ പോകണ്ട, നമ്മൾ വണ്ടി പിടിച്ച് പോകണ്ട, ഈ ഗൂഗിളിലൊന്ന് നോക്കൂ അവരെന്തൊക്കെ ചെയ്തു, ഈ മാറ്റം. ചേച്ചി പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വേറെ സംസ്ഥാനത്തോട്ട് പോകണ്ട. BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് തേങ്ങയാണ് ഇവിടെ നടക്കാൻ പോണെന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അവർ ഭരിക്കുന്ന സംസ്ഥാനത്തിനെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ശരി ചേച്ചി, ഗൂഗിളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അറ്റ്ലീസ്റ്റ് റീൽസ് എടുത്തൊന്ന് തോണ്ടി നോക്ക്. അപ്പൊ ഈ ഒരു സാധനം വരും. കൊലപാതക കുറ്റം തലേ ചുമത്തി ശിക്ഷ അനുഭവിച്ചിട്ട് ഇറങ്ങി വരണന്മാരാണ്. 2 മുസ്ലിങ്ങളെ കൊന്നതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് ഇറങ്ങി വരണന്മാരാണ് പൂവിട്ട് ആചരിക്കുന്നത്. ഇതാണ് ചേച്ചി പറഞ്ഞ BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലുള്ള ഭയങ്കരമായ വികസനം. BJPക്കാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് തൊടാതെ വിഴുങ്ങി ഇതേപോലെ കാണാപ്പാടം വന്ന് പഠിച്ച് പറയുന്ന എവള് പറഞ്ഞ ഡയലോഗാണ് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്ത് വികസനമാണ് നടക്കുന്നത്. നിന്റെയൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നടന്ന കോപ്രായോണിത്. അപ്പൊ നീയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് BJPയെ നട്ട് വളർത്തി കഴിഞ്ഞാൽ നാളെ ഇവിടെ ഇത് നടക്കൂലെന്ന് എന്താണ് ഉറപ്പ്? ഓൾറെഡി വീട്ടിനകത്തൊക്കെ ഒരു കൊലപാതകങ്ങളും നടന്നു. UP കണക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്.
നീയൊക്കെ വന്നിട്ട് വീണ്ടും കുറെ അണ്ണാച്ചിയാരെയും ഹിന്ദിക്കാവന്മാരെയും കണക്ക് കൊണ്ടാക്ക്, ഇതേപോലെ ആക്ക്. അപ്പൊ ഇവിടെ വർഗീയത ലഹളയും വർഗീയ കലാപമൊക്കെ ഉണ്ടായി ഇങ്ങനെ അടിച്ച് കൊന്നിട്ട് ജയിലിൽ പോയിട്ട് വരുമ്പോ ഇവിടെ ഉള്ള കുറെ ചാണകം തീരുന്ന കൂടെ പൂവൊക്കെ വാരി ഇട്ട് കൊടുക്കും. എന്നിട്ട് കേരളത്തിനെ നിന്റെയൊക്കെ മറ്റേ കക്കൂസും ഇല്ലാതെ ഗ്യാസും ഇല്ലാതെ വിറവും ഇല്ലാതെ നടക്കുന്ന കുറെ സംസ്ഥാനങ്ങൾ പോലെ ആക്കി വെച്ചിട്ട് പോ, വികസനം ഉണ്ടാക്കാമെന്ന്. ഇതായിരിക്കും നീയൊക്കെ കൊണ്ടുവരാൻ പോണ വികസനം. തോറ്റാ മതിയായിരുന്നു എന്ന് പറയുന്നില്ല, നീയൊന്നും ജയിക്കൂല. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. 24 മണിക്കൂറിൽ 22 മണിക്കൂർ പണി നടക്കുവോ? മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? തോൽക്കുന്നൊരു ത്വര വരുന്നുണ്ടോ? ഞാൻ ജനിച്ച സ്ഥലം ശരിയല്ലടാ, എന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ലടാ, എന്റെ കുടുംബം ശരിയല്ലടാ, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇങ്ങനെ മൈൻഡിൽ കിടന്ന് കളിക്കുന്നുണ്ടോ? എന്ന് രക്ഷപ്പെടാനാ? അതോ മച്ചാനെ 14ാമത്തെ മണിക്കൂറാണ് ഇവിടെ പണിയെടുക്കുന്നത്, അറിയോ? ഇന്ന് 14ന്റെ കണക്കൊന്നും വലുതില്ല. 22 മണിക്കൂർ വരെ ഒരു ദിവസം പണിയെടുത്ത ആൾക്കാരുണ്ട് നമ്മളെ ഉണ്ടാക്കില്ലേ. ചില ഒറ്റ ലൈഫേ ഉള്ളൂ. എഫേർട്ട് എടുക്കണം. കംഫർട്ട് സോൺ ഇല്ലേ, ആ സാധനം അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും, പൊട്ടിച്ചങ്ങോട്ട് ഇറങ്ങും. ആരെ കാത്ത് നിൽക്കുക? പ്രായം അങ്ങോട്ട് പോവാണ്. എന്താ പറയുന്നത്, വാണം വിട്ട പോലെയാണ് പ്രായം പോകുന്നത്. 40കളിലും 50കളിലും ഇല്ലേ നമ്മുടെ പ്രൈം ഇല്ലേ, 20, 21, 25, 30 ഒക്കെ വേസ്റ്റ് ആക്കി എന്റെ റിഗ്രറ്റ് ആലോചിച്ച് കരയണോ? അതോ എന്റെ പൊന്നുമച്ചാലെ ഒന്ന് കിടക്കല്ലേ, നോട്ട് കെട്ടുകൊണ്ട് നിനക്ക് ഒരുക്കണോ? നോട്ട് കെട്ടുകൊണ്ട് ഒരുക്കണം. സ്വൈപ്പ് ചെയ്ത് കുറച്ചുകൂടെ മുകളിലേക്ക് പോയി 2 മണിക്കൂറുകൂടെ ഇവിടെ ഇരിക്കും. 2 മണിക്കൂറുകൂടെ പൈസക്ക് പൈസ തന്നെ വേണം. മണി മാറ്റേഴ്സ് ആണ് പറയുന്നത്. മണി മാറ്റേഴ്സ് 2026 ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് സ്കീം ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ഓണാക്ക്. രക്ഷപ്പെടുന്നില്ല, എനിക്ക് പറ്റില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞിട്ട് ഇരിക്കാനാ, കരയന്നെ, സ്വയം ശബ്ദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാ. എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്, എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര നെവർ ഗിവ് അപ്പ് ഷിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞോ, നെഗറ്റീവ് ഇട്, എന്നെ തെറി വിളിക്ക്, നെഗറ്റീവ് ഇട്, സ്വൈപ്പ് ചെയ്യ്, അവന്റെ റീലിൽ നെഗറ്റീവ് ഇട്, തെറി വിളിക്ക്. അവരൊക്കെ എവിടെത്തി ഇങ്ങനെ ഓരോരുത്തന്മാർ എത്ര ഉണ്ടാക്കുന്നുണ്ട്, കണക്കറിയോ? വല്ല കണക്കറിയോ? നമ്മളിവിടെ കമന്റ് ഇട്ട് വിമർശിച്ച് നെഗറ്റീവ് അടിച്ച് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നെ. എന്റെ പൊന്നു മച്ചാൻ, എന്തിനാണ് ഉദാഹരണം? കല്ലൊരച്ച് തീ കണ്ടുപിടിച്ച അന്ന് മുതൽ ഇന്ന് നീ സ്വൈപ്പ് ചെയ്യുന്ന മൊബൈലിന്റെ മുകളിലുള്ള കണ്ടുപിടുത്തം ആരാടാ? നമ്മൾ ഉൾപ്പെടുന്ന DNA ഉള്ള മനുഷ്യനാണ്. ഞാൻ വലിയ കൊണാണ്ടറായിട്ടല്ല ഈ പറയുന്നത്. ശ്രമിക്കുന്നുണ്ട്. 14 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്, 4 മണിക്ക് ഒന്നിച്ചു പോകുന്നുണ്ട്. നെവർ ഗിവ് അപ്പ് ആണ്. ജീവിതം അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, സ്വൈപ്പ് ചെയ്ത് കഴിയുന്നേരം തീരേണ്ടതല്ല ഈ മോട്ടിവേഷൻ. ലൈഫ് ലോങ് റിസൾട്ടിന് ഡിസേർവ്ഡ് ആണ്. നീ കണ്ണു തുറന്ന അച്ഛനെ നോക്ക്, കണ്ണു തുറന്ന അമ്മയെ നോക്ക്, അവരുടെ എഫേർട്ട് നോക്ക്. തന്നെ പൊന്തും കയ്യും കാലും ഒക്കെ ഇറങ്ങി ഓടും. നീ ഒന്നിച്ച് പരിശ്രമിക്കുക. കുറെ കാലമായി കുറെ സോർട്ട് ചെയ്ത് വെച്ചിട്ട് 1 by 1 ആയിട്ട് ഞാൻ അങ്ങോട്ട് തരാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. മടിയുണ്ടോ? മാറ്റാം. ഫോളോ ചെയ്ത് കൂടെ. അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടാം. ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് അറിയില്ല, കണ്ടാലും കണ്ടില്ലെങ്കിലും ഐ നെവർ സ്റ്റോപ്പ്, ഐ നെവർ എവർ ഗിവ് അപ്പ് മച്ചാനെ. ട്രൈ ചെയ്യും. നിന്നെ ഞാൻ പ്രൊവോക്ക് ചെയ്യും. ഉള്ളിൽ ഒതുക്കി വെച്ച കുറെ സാധനം ഉണ്ട് മച്ചാനെ, എടുത്തിട്ട് ഞാൻ ഒന്നിച്ച് രക്ഷപ്പെടണം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. കൊള്ളാം മോനെ, കൊള്ളാം. 22 മണിക്കൂറല്ലേ, 24 മണിക്കൂർ നിർത്താതെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ഒരു ദിവസം 400-500 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കൈയും കഴിച്ച് തോളും കഴിച്ച് വന്ന് കിടന്നുറങ്ങുന്നവരെ എനിക്കറിയാം. എന്നെയും കൂടെ ഉൾപ്പെടെ ഞാൻ പറയുന്നു. 14 മണിക്കൂർ 16 മണിക്കൂർ 18 മണിക്കൂറൊക്കെ നമ്മളും പറ്റിയ പോലെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നും പറഞ്ഞ് പോയി ഹോട്ടലിൽ കിടന്ന് എത്തിപ്പാത്രം വരാൻ നിന്ന് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഈ സ്വിഗ്ഗി സൊമാറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിടന്ന് ഓടിക്കാൻ കഴിഞ്ഞാൽ, നീ പറയുന്ന മടി മാറ്റി വെച്ചിട്ട് 14-12 മണിക്കൂറൊന്നും ഓടിക്കഴിഞ്ഞാൽ ഒരു കോണത്തിലും എത്താൻ പോകുന്നില്ല. തൊലിഞ്ഞ മോട്ടിവേഷൻ നിർത്തുക. ഓക്കെ, 22 മണിക്കൂറോ 24 മണിക്കൂറോ 36 മണിക്കൂറോ 48 മണിക്കൂറോ വർക്ക് ചെയ്യുന്നതിലല്ല കാര്യം, എത്ര ഉണ്ടാക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അത് എങ്ങനെ സമയം കുറച്ച് എത്രത്തോളം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതിനാണ് കാര്യം. മടി പിടിച്ചിരിക്കുന്നു, എഫേർട്ട് ഇട്, എന്ത് എഫേർട്ട്, കംഫർട്ട് സോൺ ബ്രേക്ക്. ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാവരുടെ എപ്പോഴും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. നീ 24 മണിക്കൂർ വർക്ക് ചെയ്യില്ലെങ്കിൽ 22 മണിക്കൂർ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ വന്നു ഓരോന്ന് പറഞ്ഞ് കേൾപ്പിച്ചെടുത്ത് തന്നെ നീ പറഞ്ഞ് ഈ പല്ലും കടുപ്പിച്ചിട്ട് പോണ സമയത്ത് പിള്ളേര് ചാർജാവും. 24 മണിക്കൂർ 22 മണിക്കൂറൊക്കെ ഉറക്കം പോലും ഇല്ലാതെ നിന്ന് വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം പിന്നെ വീട്ടിൽ കിടക്കുക, ശരീരവേദന, നടുവേദന, കിഴപ്പൊന്നും പറഞ്ഞു. ഇപ്പൊ 24 മണിക്കൂർ വർക്ക് ചെയ്ത് മാസ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അടുത്ത 48 മണിക്കൂർ വീട്ടിൽ റെസ്റ്റ് എടുക്കുക. പ്രാക്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞോട്. പിള്ളേർക്ക് മോട്ടിവേറ്റ് ആവുന്ന രീതിയിൽ പഠിച്ചൊക്കെ നല്ല രീതിയിലുള്ള നല്ല ജോബൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്ക്. ശരി, നീ പറഞ്ഞ നല്ല കാര്യമാണ്. പക്ഷെ ഈ പാത്രം കഴുകുന്നത് കാണിച്ചും കുക്ക് ചെയ്യുന്നത് കാണിച്ചൊന്നും അല്ല മോട്ടിവേറ്റ് ചെയ്യാനുള്ളത്. കുറച്ച് ഓവറാണ് കേട്ടോ. പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കൊടുക്കുക.
20 മണിക്കൂർ 22 മണിക്കൂർ ഞാൻ നിർത്താതെ ചന്തി വിളിക്കാതെ ഞാൻ വർക്ക് ചെയ്യണം. കംഫർട്ട് സോണിൽ നിന്ന് വെളിയിറങ്ങ്, നിങ്ങൾക്ക് തുള്ളി തുള്ളി ചാട്, ഒരു വേവനില്ലെന്നും പറഞ്ഞ് മോട്ടിവേഷൻ കൊടുത്തിട്ട് പാത്രം കഴിവണതും ഇത് ഇളക്കണം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു മോട്ടിവേഷൻ തരാം. എങ്ങനെയായാലും പൈസ ഉണ്ടാക്കുക. നിങ്ങൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തിന് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം. നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾ മടിയാണോ മയിലാണോ ഒരു കാര്യമില്ല. എന്തൊരു കുഴപ്പം നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പൈസ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അതിന് നിങ്ങൾ 22 മണിക്കൂർ വർക്ക് ചെയ്യണം, 27 മണിക്കൂർ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കുക. അത് എത്രത്തോളം കുറച്ച് സമയം വർക്ക് ചെയ്ത് എത്രത്തോളം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമോ എത്രത്തോളം ഉണ്ടാക്കുക. എന്നാൽ നിന്റെയൊക്കെ ആരോഗ്യം നിന്റെ കൂടെ കാണും, കയ്യിൽ പൈസ ഇരിക്കും. എന്നും മരിയന്മാരെ പണിയെടുത്ത് ജീവിക്കാനും പറ്റും. അല്ലാതെ ഓരോരുത്തന്മാർ വിറങ്ങാൻ കേട്ടോണ്ട് 22 മണിക്കൂർ 24 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്ത് 10-18 വയസ്സിലെ തുടങ്ങാൻ കഴിഞ്ഞാൽ ഉണ്ടല്ല 30 വയസ്സാകുമ്പോൾ കാറ്റ് പോയ വാൽറ്റി പോണൊക്കെ ആവും. ഞാൻ മുസ്ലിമായി ജനിച്ച വ്യക്തിയാണ്. മരിച്ചു കഴിഞ്ഞാലും ഈ കളിയൊക്കെ ഒരു കളിയായിട്ട് മാത്രമേ എന്റെ ലൈഫ് എന്റെ ഉപജീവന മാർഗമായിട്ട് ഞാൻ കാണുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നാളെ മരിച്ചു പോകുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് നല്ല രീതിയിൽ മരിച്ചു പോകാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ജാസി താത്താക്ക് ഈമാൻ കൂടി പോയി ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കണമെന്ന്. താത്ത ഇസ്ലാമിൽ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും ഇസ്ലാമിൽ ശപിക്കപ്പെട്ടവരായിട്ട് കണക്കാക്കുന്നു. മതം പറഞ്ഞതല്ല, താത്ത ഈമാനുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. താത്ത ഒന്നീ സോലിഹത്താവുക അല്ലെങ്കിൽ ഇബിലീസ് ആവുക, അല്ലാതെ സോലിഹത്തായിട്ടുള്ള ഇബിലീസ് ആവരുത്. ഏതെങ്കിലും ഒന്ന് പിടിക്ക്, രണ്ടിലും കൂടെ കാല് വെക്കാതില്ല താത്ത, കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, താത്ത വിടേ. അയ്യോ അയ്യോ ആരും നോക്കരുതേ, അയ്യോ വീഡിയോയില് സൂമിങ് ചെയ്യരുത്, അത് സബ്സ്ക്രൈബേഴ്സിന് മാത്രം കാണാനുള്ളതാണ്. നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ അത് 359 കൊടുത്ത് കണ്ടോളൂ. എന്റെ സ്റ്റോറിയിൽ കിടപ്പുണ്ട്. സബ്സ്ക്രൈബേഴ്സിന് കാണാനുള്ളതാണ് അത്. ഇതൊക്കെ ഏത് തൊലിഞ്ഞ ചാനലിലാണ് എന്തോ വന്ന് വിടാണത്. ഇതിനെയൊക്കെ വെച്ച് ആര് പടം എടുക്കുന്നത്? ഇതൊക്കെ എവിടെ റിലീസ് ആവുന്നു? എനിക്കറിയാൻ വയ്യ, ഞാൻ ഇതൊന്നും കാണാറില്ല. ഈ അവരാതൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല, ഞാൻ കാണാറില്ല. അതുകൊണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഊബറിന്റെ മണ്ട കയറി ഇപ്പൊ അടുത്ത റാപ്പിഡോടെ മണ്ടയിലും കയറി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ന്യൂസിലിരിക്കുന്ന ചേച്ചി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സംസ്ഥാനത്തെ മോട്ടോർ വാഹന ചട്ടങ്ങൾ കാറ്റിൽ പറത്തി റാപ്പിഡോ സർവീസ്. ടാക്സി പെർമിറ്റില്ലാത്ത സ്വകാര്യ വാഹനങ്ങൾ വ്യാപകമായി റാപ്പിഡോ സർവീസിന് ഉപയോഗിക്കുന്നുണ്ട്. വെള്ള ബോർഡ് വാഹനങ്ങളിലെ യാത്രക്കിടെ അപകടമുണ്ടായാൽ ഇൻഷുറൻസ് ലഭിക്കില്ലെന്ന ഉത്തരവ് നിലനിൽക്കെയാണ് റാപ്പിഡോ സർവീസുകൾക്ക് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. സർവീസുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോഴും ഒരു നടപടിയും എടുത്തിട്ടില്ല. ബൈക്കിന് പിന്നെ വെള്ള ബോർഡല്ലാതെ മഞ്ഞ ബോർഡ് എടുത്തുണ്ടാക്കാൻ പറ്റും. ബൈക്ക് ടാക്സിയാണ് ശരിയാണ്, പക്ഷേ ബൈക്കിനെ ഇതുവരെ ടാക്സി ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയിട്ട് MBD നിയമത്തിൽ ബൈക്ക് പറയുന്നില്ല, കേട്ടാ. MVD നിയമത്തിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയിട്ട് ബൈക്കിനെ പറയുന്നില്ല. സോ വെള്ള ബോർഡേ കൊടുക്കത്തുള്ളൂ. അപ്പൊ അത് വെച്ച് ടാക്സി ഓടിക്കഴിഞ്ഞാലും വെള്ള ബോർഡേ കിട്ടത്തുള്ളൂ. ബൈക്കിൽ 2 പേർക്ക് സഞ്ചരിക്കാം. അതുകൊണ്ട് ആക്സിഡന്റ് ആയാലും ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർ ക്ലെയിം ചെയ്ത് ഇൻഷുറൻസ് കൊടുത്തോളും. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. അവർ ക്ലെയിം ചെയ്ത് ഇൻഷുറൻസ് കൊടുത്തോളും. അത് ടാക്സി ആയിരുന്നോ, അതിന്റെ ബാക്കിൽ ഇരുന്ന ആള് പൈസ കൊടുത്തു പോകുന്നതാണോ, അത് റാപ്പിഡോ രജിസ്റ്റേർഡ് വെഹിക്കിൾ ആണോ എന്നൊന്നും അവർ നോക്കൂല. നിങ്ങൾ ഏത് നിയമത്തിനെ പറ്റിയാണ് പറയുന്നത്? ആക്സിഡന്റ് ആയി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ അപ്പൂപ്പന അച്ഛൻ ആരെങ്കിലും ആണോ ഇൻഷുറൻസ് കമ്പനി ഇരിക്കുന്നത് ക്ലെയിം ചെയ്ത് കൊടുക്കൂല എന്ന് പറയുന്നത് എന്നതാണ്. ആഷിൻ ഡിയാഗോ ചേരുന്ന വിശദാംശങ്ങളുമായി. ആഷിൻ, നഗ്നമായ നിയമലംഘനമാണ് നടക്കുന്നത് ഈ ചട്ടം. ഓ, നഗ്നമായ നിയമലംഘനം. ഓ, ബൈക്ക് ഓടിക്കണം തുണിയില്ലാതെയാണ് ഓടിച്ചോണ്ട് പോയത്. ചേടാ, റാപ്പിഡോ ഓടിക്കണമാരെല്ലാം തുണി എടുക്കാതെയാണല്ലേ ഓടിച്ചോണ്ടിരുന്നത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു.
ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ റാപ്പിഡോ സർവീസുകൾ. ഇതൊക്കെ കൺമുന്നിലുള്ള കാര്യമാണ്. പക്ഷേ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ്. ഒരു അപകടം ഉണ്ടായാൽ മാത്രമേ അതിന്റെ ഒരു തീവ്രത എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ, അല്ലേ? വിനിത, തീർച്ചയായും. നേരത്തെ നമുക്കറിയാം, വിനിത ഓർക്കുന്നുണ്ടാകും, നേരത്തെ ഈ പരമ്പരാഗത ഡ്രൈവിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ ഓൺലൈൻ ടാക്സി തൊഴിലാളികളും തമ്മിൽ വലിയ തർക്കം നിലനിന്നിരുന്നു. ഈ തർക്കം നിലനിരുന്ന സമയത്താണ് കേരളത്തിൽ ഓടിക്കാൻ പെർമിറ്റുള്ള ഏക മൊബൈൽ ആപ്ലിക്കേഷൻ അത് റാപ്പിഡോ ആണ്. കാരണം അവർക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ എന്ന് ഗതാഗത മന്ത്രി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വണ്ടി വിളിച്ചവനും കുഴപ്പമില്ല, വണ്ടി ഓടിക്കണവനും കുഴപ്പമില്ല, റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ ഈ മോണൊക്കെയാണ് കുഴപ്പം. അതായത് വളി വിട്ടവനും കുഴപ്പമില്ല, മണം പിടിച്ചവനും കുഴപ്പമില്ല, വളിയുടെ സൗണ്ട് കേട്ടവന്മാർക്കാണ് കുഴപ്പം. ചില്ലറ കഴയല്ല മൈരികള അതിനൊക്കെ. ചില്ലറ കഴപ്പെന്നൊന്നും പറഞ്ഞാൽ പറ്റൂല. അതിനൊന്നും വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഒരു തരത്തിലും ആരെയും ജീവിക്കാൻ സമ്മതിക്കരുത്, ജോലി എടുത്ത് ജീവിക്കാൻ സമ്മതിക്കരുത്. ഒന്നീ ടാക്സി ഉടനെ ഏതെങ്കിലും മോമാര് വന്നു നിന്ന് തടയും, അല്ലെങ്കിൽ കോലും പൊക്കി നീയൊക്കെ വന്നു നിന്ന് കൊണാണ അടിക്കും. ജോലി ചെയ്യണവനെ ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. എന്ത് കുരുപൊട്ടലാണ് നിനക്ക് ഇത് കാണുമ്പോൾ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്നു. ഡേയ്, റാപ്പിഡോ വിളിച്ച് ബൈക്ക് ടാക്സിയിൽ കയറി ഇരുന്ന് പോണവർക്ക് കുഴപ്പമില്ല, അത് ഓട്ടിക്കണവർക്ക് കുഴപ്പമില്ല. ഈ കോലം പിടിച്ചുകൊണ്ട് നടക്കണം നിനക്കൊക്കെ എന്തിനാണ് ഇത്ര കുഴപ്പ്? എംപിടിക്കാർക്ക് കുഴപ്പമുണ്ടെങ്കിൽ അത് അവർ നോക്കിക്കോളൂ. നീയൊക്കെ അത് ഭയങ്കര ഇതായിട്ട് തൊലിച്ചുകൊണ്ട് നടക്കണമല്ലോ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുണ്ടല്ലോ ബൈക്ക് ടാക്സിയൊക്കെ. അവർക്കില്ലാത്ത കുരു എന്തിനാണ്ടേ നിങ്ങൾക്ക്? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്നു. ആരും പണിയെടുത്ത് ജീവിക്കണ കണ്ടുകൂടല്ലേ? ആരും പണിയെടുത്ത് ജീവിക്കണ കണ്ടുകൂടാ. നശിപ്പിക്കണം, എല്ലാം നശിപ്പിക്കണം. അന്നത്തിന് വേണ്ടി ഓടണവന്റെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇട്ടാലേ നിനക്കൊക്കെ കണ്ടന്റ് വെച്ച് റീച്ച് ഉണ്ടാക്കി റേറ്റിംഗ് ഉണ്ടാക്കൂല്ലേ? ചാനല് உங்க லவர் கூட அவுட்டிங் போறீங்கன்னா இந்த காஸ்டியூம் போட்டு போங்க, சூப்பரா இருக்கும். പോടാ ഒക്കെ പാണ്ടി. ഈ അതുകൂടെ പറഞ്ഞെടുത്ത് പിള്ളേരെ വഴിയേറ്റി നാളെ തൊട്ട് ഇവന്മാര് തിളങ്ങണിട്ടുണ്ട്. അവൻ തന്നെയാ മക്കളെ കേക്കല്ലേ, അവൻ അണ്ണാച്ചി, അവൻ പലതും പറയും. നിങ്ങളാരും ഒന്നും എടുത്തോണ്ട് കൽപ്പനയുടെ അടുത്തൊന്നും പോവല്ലേ. വളരെ എപ്പ കേക്കപ്പ് വന്നിട്ട് ഓടിയെന്ന് വിചാരിച്ചാൽ മതി. പോലെ എന്റെ പൊന്നുമക്കളൊന്നും പോയി കളയല്ലേ കേട്ടാ, ആരും പോവല്ലേ. ഏതോ ഒരു ആക്സിഡന്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു. നോക്കാം എന്ത് പറ്റുമെന്ന്. വണ്ടി ഇടിച്ചു. വണ്ടി ഇടിച്ചതിന് ശേഷം വണ്ടി വീട് ഷോറൂമിൽ ഇറങ്ങിയായിരുന്നു. ശരിയാക്കാൻ കൊടുത്തിട്ട് ശരിയാക്കിക്കൊണ്ട് വന്ന എന്റെ സന്തോഷമാണ്. ക്യാപ്ഷൻ എന്തോന്നു അതിന്റെ ക്യാപ്ഷൻ നോക്കാം. വിഷ്ണുമായ സ്വാമികൾ தெரியல. தம்பி கொஞ்சம் വ്യക്തമാ சொல்ல முடியுமா? കമന്റ് ബോക്സിൽ ഏതാവത് இருக்கா? പാക്കണം. ഓ, നീ ചാത്തന്റെ ആളായിരുന്നു. നീ പണിയെടുത്തുണ്ടാക്കിയല്ല വണ്ടി, ചാത്തൻ കൊണ്ട് തന്നെയാണ്. ചാത്തന്മാരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ചുമ്മാ അല്ല കേട്ടാ, ചാത്ത കൊണ്ട് കൊടുത്തയാളോ അവര്. നമ്മളതിന്റെ ചുമ്മാ ഇരിക്കുന്ന ചാത്തനെ കൊണ്ടേക്കാ നമ്മളോ? നമ്മക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങോട്ട് വന്നതിനെ ചാത്തനാണ് കുത്തനാണെന്ന് നോക്കൂല, കൊടുക്കും. പിന്നെ പണിയിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നല്ല ശമ്പളമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പണി തന്നു കഴിഞ്ഞാൽ സന്തോഷമാണ്. എന്റെ ചിലവകത്ത് കഴിഞ്ഞു പോകാനെ. നീ ചാത്തന്റെ അടുത്ത് വന്ന് റെഡിയാക്കിത്താ. വിഷ്ണുമായ ചാത്ത ആണാണോ പെണ്ണാണോ? ഡൗട്ട്. ആണാണോ പെണ്ണാണോ വിഷ്ണുമായ ചാത്ത? നീ പണിയെടുത്തുണ്ടാക്കിയല്ല, ചാത്ത കൊണ്ട് തന്നെ അന്നല്ല. ചാത്തന്റെ നമ്പർ ആണെങ്കിൽ തരും, ഈ ഡൊമിനാർ എടുക്കുന്നുണ്ട്. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ അടുത്തെന്തെങ്കിലും കോപ്പറയും കാണിക്കാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, ഷാനസ് ടോക്സ് ഫ്രം ഷാനസ് ടോക്സ്. See you in the next video. Until then, bye bye. Sub, like, share if you like this video. Okay.